എല്ലാവർക്കും ബിഗ് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തത് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഭരണഘടനാ നിർമ്മാണ സമിതി, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രധാന കമ്മിറ്റികൾ, അതേപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഇനാക്ട്മെന്റ് തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ടുഡേ we are going to discuss about salient features of the constitution. ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ള പ്രത്യേകതകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകളും നമ്മളത് ഡിസ്കസ് ചെയ്തു പോകും. അപ്പൊ ഇന്നെടുക്കുന്ന ക്ലാസ് ഒക്കെ വളരെയധികം ഇന്നെടുക്കുന്നതും ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് വളരെ ശ്രദ്ധാപൂർവം പഠിച്ചു കഴിഞ്ഞാലേ തുടർന്ന് അങ്ങോട്ടേക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പൊ പഠിക്കാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലായിക്കൊണ്ട് എന്ത് ചെയ്യാം, ശ്രദ്ധയോട് പഠിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകളോ ക്വയറീസുകളോ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാനുള്ള ഒരു ആർജവം കാണിക്കുക. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തില് എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഭരണഘടന ഉള്ളതാണ്. അപ്പൊ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ഓക്കെ, സോ ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ എക്സാമിനും പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്താക്കാം, ഓരോന്നോരോന്നായി ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലുത് ഇന്ത്യൻ ഭരണഘടനയാണ്. ലോകത്ത് രണ്ട് ടൈപ്പ് ഭരണഘടനകളുണ്ട്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതേപോലെ തന്നെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് എഴുതപ്പെട്ട ഭരണഘടന, വിച്ച് മീൻസ് പുസ്തക രൂപത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ്. നേരെ മറിച്ച് ബ്രിട്ടൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾക്കൊന്നും ഒരു എഴുതപ്പെട്ട ഭരണഘടനയില്ല. ആ രാജ്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് കീഴ്വഴക്കങ്ങൾക്കനുസരിച്ചാണ്, കൺവെൻഷൻസ് അനുസരിച്ചാണ്. അതായത് മുൻകാലങ്ങളിൽ എന്താണ് ചെയ്ത് അതിങ്ങനെ തുടർന്ന് പോവുക. ഓക്കെ, അവിടെ ഒരു എഴുതപ്പെട്ട പുസ്തക രൂപത്തിൽ എഴുതപ്പെട്ട ഒരു ഭരണഘടനയില്ല. ഓക്കെ, പക്ഷെ ഇന്ത്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് എന്തുണ്ട്, എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്. ദ പോയിന്റ് ഈസ്, ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലുത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന നമുക്കറിയാം, ഒറിജിനലി 1949 അല്ലെങ്കിൽ 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പ്രിയാമ്പിളും 22 പാർട്സും 8 ഷെഡ്യൂളും 395 ആർട്ടിക്കിൾസുമാണ്. ഓക്കെ, ഇന്ന് ഒരു പ്രിയാമ്പിളും 25 പാർട്സും 12 ഷെഡ്യൂളും 470 പരം ആർട്ടിക്കിൾസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുമ്പോൾ ഒരു പ്രിയാമ്പിള് 25 പാർട്സ്, 12 ഷെഡ്യൂള്, 400 പരം ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. ഓക്കെ, നേരെ മറിച്ച് അമേരിക്കൻ ഭരണഘടന നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഭരണഘടനയിൽ ആകെ 7 ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. അവിടെ പാർട്സോ ഷെഡ്യൂളോ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയിൽ 470 പരം ആർട്ടിക്കിൾസ് ഉണ്ട്, അമേരിക്കൻ ഭരണഘടനയിൽ ആകെ 7 ആർട്ടിക്കിളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലുത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം പ്രസക്താണ്, എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഇത്രയും വലുതായി? ലോകത്ത് മറ്റെല്ലാ ഭരണഘടനകളെക്കാളും ഇന്ത്യൻ ഭരണഘടന എന്തുകൊണ്ട് ഇത്രയും വലുതായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരം ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയാണ്. ഇവിടെ പല മതങ്ങൾ, പല വംശങ്ങൾ, പല ജാതികൾ, പല ഭാഷ. സോ ഇവിടെ ഡൈവേഴ്സിറ്റി വളരെ കൂടുതലാണ്. സോ ഡൈവേഴ്സിറ്റിയെ ഉൾക്കൊള്ളുന്ന ഭരണഘടന സ്വാഭാവികമായിട്ടും വലുതായിരിക്കും. അമേരിക്കയിലേക്ക് എല്ലാവരും സംസാരിക്കുന്ന ഭാഷ സെയിം ആണ്. ഇംഗ്ലീഷ് മാത്രമേ ലാംഗ്വേജ് ഉള്ളൂ, മറ്റു ലാംഗ്വേജുകളൊന്നും കുറവാണ്. ഓക്കെ, അപ്പൊ അവിടെ യൂണിഫോമിറ്റി കൂടുതലാണ്. പക്ഷെ ഇന്ത്യയിൽ ഡൈവേഴ്സിറ്റി വളരെ കൂടുതലാണ്. സോ ഇന്ത്യൻ പോപ്പുലേഷൻ വളരെ ഡൈവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടന സ്വാഭാവികമായിട്ടും വലുതായി. ദ പോയിന്റ് ഈസ് ഹിയർ ഈസ് ദാറ്റ് ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലുത് ഇന്ത്യൻ ഭരണഘടനയാണ്. സോ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഓക്കെ അല്ലേ? ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ രണ്ടാമത്തെ പ്രത്യേകത, ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇന്ത്യൻ ഭരണഘടന റിജിഡുമാണ്, അതേപോലെ തന്നെ ഫ്ലെക്സിബിളുമാണ്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇന്ത്യൻ ഭരണഘടന റിജിഡുമാണ്, ഫ്ലെക്സിബിളുമാണ്. ഓക്കെ, ലോകത്ത് രണ്ട് ടൈപ്പ് ഭരണഘടനകളുണ്ട്. റിജിഡ് ഭരണഘടനയുണ്ട്, അതേപോലെ ഫ്ലെക്സിബിൾ ഭരണഘടനയുണ്ട്.
റിജിഡ് ഭരണഘടനയ്ക്ക് എക്സാമ്പിൾ ആണ് USA, അമേരിക്ക. ഫ്ലെക്സിബിൾ ഭരണഘടനയ്ക്ക് എക്സാമ്പിൾ ആണ് ബ്രിട്ടൻ. റിജിഡ് ഭരണഘടനയുടെ പ്രത്യേകത അമെൻമെന്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതായത് അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരിക. ഭരണഘടനാ ഭേദഗതി എന്ന് മലയാളത്തിൽ പറയും. സോ ഭരണഘടനയിൽ വല്ല മാറ്റവും കൊണ്ടുവരുന്നതിനെയാണ് അമെൻമെന്റ് അഥവാ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? സോ അമെൻമെന്റ് അഥവാ ഭരണഘടനാ ഭേദഗതി ബുദ്ധിമുട്ടായ ഭരണഘടനകൾക്ക് പറയുന്ന പേരാണ് റിജിഡ് ഭരണഘടന. നേരെ മറിച്ച് അമെൻമെന്റ് വളരെ ഈസി ആയിട്ടുള്ള ഭരണഘടനകൾക്ക് പറയുന്ന പേരാണ് ഫ്ലെക്സിബിൾ ഭരണഘടന. അമേരിക്കൻ ഭരണഘടനയിൽ ഒരു മാറ്റം കൊണ്ടുവരിക, ഒരു അമെൻമെന്റ് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അമേരിക്കയുടെ പാർലമെന്റിൽ സ്പെഷ്യൽ മെജോറിറ്റികളൊക്കെ കിട്ടണം. ഓക്കെ, സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാർലമെന്റ് ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാക്കണമെങ്കിൽ 2/3 ആളുകളുടെ സപ്പോർട്ട് കിട്ടണം. ഓക്കെ, അപ്പൊ അവിടെ ഭരണഘടനാ ഭേദഗതി എന്നുള്ളത് എന്താണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്ര പെട്ടെന്നൊന്നും ഭരണഘടന മാറ്റം വരുത്താൻ പറ്റില്ല. സോ അമെൻമെന്റ് പ്രൊസീജിയർ ടഫ് ആയിട്ടുള്ള ഭരണഘടനകൾക്ക് പറയുന്ന പേരാണ് റിജിഡ് ഭരണഘടന. നേരെ മറിച്ച് സാധാരണ നിയമങ്ങൾ ഉണ്ടാക്കുന്ന പോലെ, ഓർഡിനറി നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന അമെൻമെന്റ് വളരെ ഈസി ആയിട്ടുള്ള ഭരണഘടനകൾക്ക് പറയുന്ന പേരാണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ അല്ലേ? സോ അമെൻമെന്റ് ടഫ് ആയിട്ടുള്ള ഭരണഘടനകൾക്ക് പറയുന്ന പേരാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അമെൻമെന്റ് ഈസി ആയിട്ടുള്ള ഭരണഘടനകൾക്ക് പറയുന്ന പേരാണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ അല്ലെ? ഇപ്പൊ ലോകത്ത് റിജിഡ് ഭരണഘടനയുണ്ട്, ഫ്ലെക്സിബിൾ ഭരണഘടനയുണ്ട്. ഇന്ത്യൻ ഭരണഘടന റിജിഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന റിജിഡുമാണ് ഫ്ലെക്സിബിളുമാണ്. വിച്ച് മീൻസ് ഇന്ത്യൻ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ അമെൻമെന്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ സ്പെഷ്യൽ മെജോറിറ്റിക്ക് പാർലമെന്റിൽ വേണം. അതിനുവേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ ചില ഭാഗങ്ങൾ അമെൻമെന്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. സോ പാർലമെന്റിലെ ഭാഷ മാറ്റുക, ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുക തുടങ്ങിയ സാധനങ്ങളൊക്കെ ഭേദഗതി ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ അമെൻമെന്റ് ചെയ്യുക എന്നുള്ളത് റിജിഡാണ്, ചില ഭാഗങ്ങൾ അമെൻമെന്റ് ചെയ്യുക എന്നുള്ളത് ഫ്ലെക്സിബിളുമാണ്. ഇന്ത്യൻ ഭരണഘടന കംപ്ലീറ്റ്ലി റിജിഡുമല്ല, കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിളുമല്ല. ഇന്ത്യൻ ഭരണഘടന പാർഷ്യലി റിജിഡാണ്, പാർഷ്യലി ഫ്ലെക്സിബിൾ ആണ്. വിച്ച് മീൻസ് ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ റിജിഡാണ്, ചില ഭാഗങ്ങൾ ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന റിജിഡുമാണ്, ഫ്ലെക്സിബിളുമാണ്. ഓക്കെ അല്ലെ? സോ അമെൻമെന്റ് ഇതിനെ പഠിക്കണേ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ പഠിക്കണം. അമെൻമെന്റ് റിജിഡ് ആയിട്ടുള്ള ഭരണഘടനകൾക്ക് പറയുന്ന പേരാണ് റിജിഡ് ഭരണഘടന. അമെൻമെന്റ് ഈസി ആയിട്ടുള്ള ഭരണഘടനകൾക്ക് പറയുന്ന പേരാണ് ഫ്ലെക്സിബിൾ ഭരണഘടന. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന റിജിഡുമാണ്, ഫ്ലെക്സിബിളുമാണ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. ഇവിടെയും കുറച്ച് കൺസെപ്റ്റ് പറയാനുണ്ട്. ലോകത്ത് 2 ടൈപ്പ് ഭരണഘടനകളുണ്ട്. ഫെഡറൽ ഭരണഘടനയുണ്ട്, യൂണിയൻ ഭരണഘടനയുണ്ട്. ലോകത്ത് ഫെഡറൽ കൺട്രീസ് ഉണ്ട്, യൂണിയൻ കൺട്രീസ് ഉണ്ട്. എന്താണ് ഫെഡറൽ കൺട്രി അല്ലെങ്കിൽ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെഡറേഷൻ വളരെ സിമ്പിൾ ആണ്. അതായത് അധികാരം സെൻട്രൽ ഗവൺമെന്റിനും ലോകത്ത് 2 ടൈപ്പ് ഭരണഘടനകളുണ്ട്. ഫ്ലെക്സിബിൾ ഭരണഘടനയുണ്ട്, ലോകത്ത് ഫെഡറൽ കൺട്രീസ് ഉണ്ട്, യൂണിയൻ കൺട്രി. എഡ്യൂക്കേഷൻ്റെ കമ്മിങ് ടുഗദർ മോഡലോ? വാട്ട് ഈസ് കമ്മിങ് ടുഗദർ മോഡൽ? എഡ്യൂക്കേഷൻ എന്താ ഉദ്ദേശിച്ചത്? ഓക്കെ, സ്റ്റേറ്റ്സ് കമ്മിങ് ടുഗദർ. ഓക്കെ, വെരി ഗുഡ്, ആൻസർ കറക്റ്റ് ആണ്. ഇപ്പൊ ലോകത്ത് ഫെഡറൽ കൺട്രീസ് ഉണ്ട്, യൂണിയൻ കൺട്രീസ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെഡറൽ കൺട്രി എന്ന് പറഞ്ഞാൽ അധികാരം സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഇടയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭരണഘടന തന്നെ അധികാരം സെൻട്രൽ ഗവൺമെന്റുകൾക്കും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഇടയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഭരണഘടനകൾക്ക് പറയുന്ന പേരാണ് ഫെഡറൽ ഭരണഘടന. അധികാരം സെൻട്രൽ ഗവൺമെന്റുകൾക്കും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും, സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കിടയിൽ അധികാരം ഭരണഘടന തന്നെ ഡിവൈഡ് ചെയ്തിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടനയ്ക്ക് പറയുന്ന പേരാണ് ഫെഡറൽ കൺട്രി. നേരെ മറിച്ച് എല്ലാ അധികാരങ്ങളും ഒരു സെൻട്രൽ ഗവൺമെന്റിൽ മാത്രം നിക്ഷിപ്തമാക്കിയിട്ടുണ്ടെങ്കിൽ, സെൻട്രൽ ഗവൺമെന്റ് മാത്രമാണ് എല്ലാ അധികാരമെങ്കിൽ ആ കൺട്രിക്ക് പറയുന്ന പേരാണ് യൂണിയൻ കൺട്രി.
ഇപ്പൊ ലോകത്ത് ഫെഡറൽ കൺട്രി ഉണ്ട്, യൂണിയൻ കൺട്രി ഉണ്ട്. എല്ലാ അധികാരങ്ങളും സെൻട്രൽ ഗവൺമെന്റിനാണെങ്കിൽ അത്തരം ഗവൺമെന്റിന് അല്ലെങ്കിൽ അത്തരം ഭരണഘടനയ്ക്ക് പറയുന്ന പേരാണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ്. അധികാരം സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇടയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന് പറയുന്ന പേരാണ് ഫെഡറൽ കൺട്രി. ഓക്കെ അല്ലേ? ഫെഡറൽ കൺട്രി എന്താ, യൂണിയൻ കൺട്രി എന്താ, മനസ്സിലായാലോ? ക്ലിയർ ആയല്ലോ? മുന്നോട്ട് പോകാലോ. ഇനി ശ്രദ്ധിക്കാം, ഒരു ഫെഡറൽ കൺട്രിക്ക് കുറച്ച് അടയാളങ്ങളുണ്ട്. ഒരു രാജ്യം കംപ്ലീറ്റ്ലി ഫെഡറൽ ആണോ കംപ്ലീറ്റ്ലി യൂണിയൻ ആണോ എന്ന് മനസ്സിലാക്കാൻ ആ കൺട്രിയുടെ കുറച്ച് പ്രത്യേകതകൾ നോക്കിയാൽ മതി. ഒരു ഫെഡറൽ കൺട്രിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ഒരു ഫെഡറൽ കൺട്രിയുടെ പ്രത്യേകത? ഒന്ന്, ടു ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാവും, സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാവും. അപ്പൊ രണ്ട് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അതൊരു ഫെഡറൽ കൺട്രിയാണ്. ഡിവിഷൻ ഓഫ് പവർ, അധികാര വിഭജനം. സെൻട്രൽ ഗവൺമെന്റ് അധികാരമുള്ള വിഷയങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരമുള്ള വിഷയങ്ങൾ. സോ അധികാര വിഭജനം, ഡിവിഷൻ ഓഫ് പവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫെഡറൽ കൺട്രിയാണ്. അടുത്ത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ എഴുതപ്പെട്ട ഭരണഘടന. എഴുതപ്പെട്ട ഭരണഘടന ഒരു ഫെഡറൽ കൺട്രിയുടെ അടയാളമാണ്. അതേപോലെ സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും പ്രധാനം, ഏറ്റവും ഇമ്പോർട്ടന്റ് ഭരണഘടനയാണ്. ഭരണഘടനയെക്കാളും സുപ്രീം ആയിട്ട് വേറൊന്നുമില്ല. സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഒരു ഫെഡറൽ ഫീച്ചറാണ്, ഒരു ഫെഡറൽ കൺട്രിയുടെ അടയാളമാണ്. അതേപോലെ റിജിഡിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടുത്തെ ഭരണഘടന അമെന്റ്മെന്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റിജിഡ് ഭരണഘടനയായിരിക്കും ഉണ്ടാവുക. അതേപോലെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്താ നമ്മൾ പുറകെ പഠിക്കും. സോ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് മാത്രം പഠിക്കുക. ഒരു സ്വതന്ത്ര ജുഡീഷ്യറി ഉണ്ടാവും, അതൊരു ഫെഡറൽ കൺട്രിയുടെ പ്രത്യേകതയാണ്. അതുപോലെ ബൈക്യാമറലിസം. ബൈക്യാമറലിസം എന്താണ്? ഒരു ഫെഡറൽ കൺട്രിയുടെ പ്രത്യേകതയാണ്. വാട്ട് ഈസ് ബൈക്യാമറലിസം? ബൈക്യാമറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പഠിക്കാം. ലെജിസ്ലേച്ചർ ഉണ്ട്, അഥവാ നിയമനിർമ്മാണ സഭക്കാണ് ലെജിസ്ലേച്ചർ എന്ന് പറയാം. രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ലെജിസ്ലേച്ചർ. സോ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി നിയമം ഉണ്ടാക്കുക പാർലമെന്റ് ആണ്. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി നിയമം ഉണ്ടാക്കുക ആരാ? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. ഓക്കെ അല്ലെ? സോ പാർലമെന്റ് ലെജിസ്ലേച്ചർ ആണ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും എന്താണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയും ലെജിസ്ലേച്ചർ ആണ്, നിയമനിർമ്മാണ സഭയാണ്. സോ നിയമനിർമ്മാണ സഭക്കകത്ത്, ലെജിസ്ലേച്ചറിനകത്ത് രണ്ട് സഭകൾ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബൈക്യാമറലിസം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ പാർലമെന്റിൽ ലോകസഭ അതേപോലെ രാജ്യസഭ എന്നീ രണ്ട് സഭകളുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് ബൈക്യാമറലാണ്. ഇനി കേരളത്തിലേക്ക് വരും. കേരളത്തിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളം ബൈക്യാമറലല്ല, കേരളം യൂണിക്യാമറലാണ്. നേരെ മറിച്ച് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് പുറമെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. ഓക്കെ, അസംബ്ലിക്ക് പുറമെ കൗൺസിലും ഉണ്ട്. കേരളത്തിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ, കൗൺസിൽ ഇല്ല. ഓക്കെ, സോ കേരളം യൂണിക്യാമറലാണ്. പക്ഷെ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടക ബൈക്യാമറലാണ്. അവിടെ നിയമനിർമ്മാണ സഭക്കകത്ത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് ബൈക്യാമറലാണ്, കർണാടകയുടെ നിയമസഭ ബൈക്യാമറലാണ്. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, UP, ബീഹാർ, ഓക്കെ, ഈ സംസ്ഥാനങ്ങളൊക്കെ എന്താണ്? ബൈക്യാമറലാണ്. അവിടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് പുറമെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. പക്ഷെ കേരളക്ക് എന്താണ്? യൂണിക്യാമറലാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ അധികാരം സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇടയിൽ ഡിവൈഡ് ചെയ്ത ഭരണകൂടത്തിന് പറയുന്ന പേരാണ് ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറേഷൻ. ഒരു ഫെഡറൽ കൺട്രിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ടു ഗവൺമെന്റ്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റിജിഡിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആൻഡ് ബൈക്യാമറലിസം. ഓക്കെ അല്ലേ? ബൈക്യാമറലിസം എന്താണെന്ന് മനസ്സിലായല്ലോ? മുന്നോട്ട് പോകാം. ഇനി അതേപോലെ എല്ലാ അധികാരങ്ങളും സെൻട്രൽ ഗവൺമെന്റിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള ഭരണഘടനയ്ക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഭരണകൂടത്തിന് പറയുന്ന പേരാണ് യൂണിയൻ ഗവൺമെന്റ്. ഒരു യൂണിയൻ ഗവൺമെന്റ് പ്രത്യേകത ഒന്ന് എന്താണ്? സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ശക്തരായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, സംസ്ഥാനങ്ങൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. സംസ്ഥാനം ഉണ്ടെങ്കിൽ സംസ്ഥാനങ്ങളെക്കാളും പവർഫുൾ ആയിരിക്കും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടായിരിക്കും. ദെൻ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒറ്റ ഭരണഘടന. അപ്പം ഒരു ഫെഡറൽ കൺട്രിയിൽ ശ്രദ്ധിക്കുക, ഒരു ഐഡിയലി പരിപൂർണമായിട്ടുള്ള ഫെഡറൽ കൺട്രി, ഫോർ എക്സാമ്പിൾ US പോലെയുള്ള അമേരിക്ക ഒരു കംപ്ലീറ്റ്ലി ഫെഡറൽ കൺട്രിയാണ്. അമേരിക്കയുടെ പ്രത്യേകത അവിടെ സെൻട്രൽ ഗവൺമെന്റിനേക്കാളും പവർഫുൾ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ അല്ലെ? സ്ട്രോങ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ളതാണ് ഒരു ഫെഡറൽ അടയാളാണ്. നേരെ മറിച്ച് സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ളത് ഒരു യൂണിയൻ ഫീച്ചറാണ്. ഓക്കെ,
അതേപോലെ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കയിൽ അവിടെ സെൻട്രൽ ഗവൺമെന്റിന് ഭരണഘടനയുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന് വേറെ ഭരണഘടനയുണ്ട്. അവിടെ ഡബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഡബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളത് ഒരു ഫെഡറൽ ഫീച്ചറാണ്. പക്ഷേ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരൊറ്റ ഭരണഘടന, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഒരു യൂണിയൻ ഫീച്ചറാണ്. അതുപോലെ സിംഗിൾ സിറ്റിസൺഷിപ്പ് അഥവാ ഏക പൗരത്വം ഒരു യൂണിയൻ ഫീച്ചറാണ്. ഇത് നമ്മൾ പറഞ്ഞു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ ഫീച്ചറാണ്. സ്വാഭാവികമായിട്ടും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു യൂണിയൻ ഫീച്ചറാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു 2 സഭകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, ബൈക്യാമറലിസം പറഞ്ഞു. അവിടെ ഒരു കാര്യം നോട്ട് ചെയ്യണം. ഇപ്പം അപ്പർ ഹൗസ് ഉണ്ട്, ലോവർ ഹൗസ്. ഇന്ത്യയിൽ അപ്പർ ഹൗസ് ആണ് രാജ്യസഭ, ലോവർ ഹൗസ് ആണ് ലോകസഭ. അപ്പൊ അപ്പർ ഹൗസ് ഉണ്ട്, ലോവർ ഹൗസ് ഉണ്ട്. അപ്പർ ഹൗസ് ആണ് രാജ്യസഭ, ലോവർ ഹൗസ് ആണ് ലോകസഭ. ഇനി ശ്രദ്ധിക്കൂ, ഒരു യൂണിയൻ കൺട്രിയുടെ പ്രത്യേകത അപ്പർ ഹൗസിൽ അല്ലെങ്കിൽ അവിടുത്തെ രാജ്യസഭയ്ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് അപ്പർ ഹൗസിൽ എന്താണ്, ഈക്വൽ റെപ്രസെന്റേഷൻ ആണ് ഒരു ഫെഡറൽ കൺട്രിയിൽ ഉണ്ടാവുക. ഓക്കെ, നേരെ മറിച്ച് ഒരു യൂണിയൻ കൺട്രിയിൽ ഉണ്ടാവുക എന്തായിരിക്കും, അൺഈക്വൽ റെപ്രസെന്റേഷൻ ഇൻ ദ അപ്പർ ഹൗസ്. അപ്പർ ഹൗസിൽ തുല്യ റെപ്രസെന്റേഷൻ ഇല്ല. അപ്പൊ അമേരിക്ക ഒരു ഫെഡറൽ കൺട്രിയാണ്. അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങളുണ്ട്. ഈ 50 സംസ്ഥാനങ്ങൾക്കും 2 സ്ഥാനാർത്ഥികൾ വീതം. അവിടെ അമേരിക്കൻ അപ്പർ ഹൗസിൽ 100 ആളുകളാണുള്ളത്. അവിടെ സംസ്ഥാനത്തെ പോപ്പുലേഷൻ എന്നൊരു ക്രൈറ്റീരിയ അല്ല. അവിടെ ഓരോ സംസ്ഥാനത്തിനും 2 ആളുകളെ അപ്പർ ഹൗസിലേക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാൻ പറ്റും. സോ സംസ്ഥാനങ്ങളുടെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലല്ല അവിടെ എന്താക്കിയത്, അപ്പർ ഹൗസിലേക്ക് സീറ്റ് കൊടുക്കുന്നത്. സോ ഈക്വൽ റെപ്രസെന്റേഷൻ ഇൻ അപ്പർ ഹൗസ് എന്നുള്ളത് ഒരു ഫെഡറൽ ഫീച്ചറാണ്. നേരെ മറിച്ച് അൺഈക്വൽ റെപ്രസെന്റേഷൻ ഇൻ അപ്പർ ഹൗസ് എന്നുള്ളത് എന്താണ്, ഒരു യൂണിയൻ ഫീച്ചറാണ്. അത് നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡന്റ് ഫെഡറൽ ഫീച്ചറാണ്. നേരെ മറിച്ച് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ഒരു യൂണിയൻ ഫീച്ചറാണ്. ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി നമ്മൾ പുറകെ പഠിക്കും. ഓക്കെ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഫെഡറൽ ഫീച്ചറാണ്. ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി പിന്നെ ഒരു യൂണിയൻ ഫീച്ചറാണ്. ഓക്കെ, അതിൽ സെൻട്രൽ ഗവൺമെന്റ് അധികാരങ്ങൾ കിട്ടുന്ന ഒക്കെ എന്താണ്, യൂണിയൻ ഫീച്ചറാണ് കേട്ടോ. അടുത്ത് അപ്പോയിന്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ ബൈ ദ സെൻട്രൽ. സംസ്ഥാനങ്ങളുടെ ഹെഡാണ് ഗവർണർ. ഈ ഗവർണറെ സംസ്ഥാനം തിരഞ്ഞെടുക്കല്ല, മറിച്ച് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാണ്. സോ അപ്പോയിന്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ ബൈ ദ സെൻട്രൽ എന്നുള്ളത് ഒരു യൂണിയൻ ഫീച്ചറാണ്. അതേപോലെ ഓൾ ഇന്ത്യ സർവീസസ്. ഏതൊക്കെയാണ് ഓൾ ഇന്ത്യ സർവീസസുകൾ? IAS, IPS, അതേപോലെ IFOS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇത് മൂന്നാണ് ഓൾ ഇന്ത്യ സർവീസ്. ഈ ഓൾ ഇന്ത്യ സർവീസിന്റെ പ്രത്യേകത, ഉദ്യോഗസ്ഥരെ കണ്ടെത്തുന്നതും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അവർ സെൻട്രൽ ഗവൺമെന്റിൽ ജോലി ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെന്റിലും ജോലി ചെയ്യും. ഓക്കെ, അതാണ് ഓൾ ഇന്ത്യ സർവീസ്. അപ്പൊ ഓൾ ഇന്ത്യ സർവീസ് ഒരു യൂണിയൻ ഫീച്ചറാണ്. അതേപോലെ എമർജൻസി പ്രൊവിഷൻസ്, അടിയന്തരാവസ്ഥ. ഈ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റ് ഭയങ്കര പവർഫുൾ ആവും. എല്ലാ അധികാരങ്ങളും സെൻട്രലിന്റെ കയ്യിലാവും, സ്റ്റേറ്റിന് അധികാരങ്ങളൊന്നും ഉണ്ടാവില്ല. സോ എമർജൻസി എന്നുള്ളത് എന്താണ്, ഒരു യൂണിയൻ ഫീച്ചറാണ്. ഓക്കെ അല്ലേ? അപ്പം എല്ലാ അധികാരങ്ങളും സെൻട്രൽ ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള ഭരണഘടനകൾക്ക് അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്ക് പറയുന്ന പേരാണ് യൂണിയൻ കൺട്രി. ഒരു യൂണിയൻ കൺട്രിയുടെ പ്രത്യേകതകളാണ് സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ്, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അൺഈക്വൽ റെപ്രസെന്റേഷൻ ഓഫ് ദ അപ്പർ ഹൗസ്, ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി, അപ്പോയിന്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ ബൈ ദ സെൻട്രൽ, ഓൾ ഇന്ത്യ സർവീസസ്, എമർജൻസി പ്രൊവിഷൻസ്. ഓക്കെ അല്ലേ? ഇപ്പൊ ഫെഡറൽ കൺട്രി എന്താ, ഫെഡറൽ കൺട്രിയെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്തൊക്കെ? യൂണിയൻ കൺട്രി എന്ന് പറഞ്ഞാൽ എന്താ, യൂണിയൻ കൺട്രിയെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്തൊക്കെ? ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഇന്ത്യ യൂണിയൻ ആണോ, ഇന്ത്യ ഫെഡറൽ ആണോ? ഇന്ത്യ ഒരു ഫെഡറൽ കൺട്രി ആണോ, ഇന്ത്യ ഒരു യൂണിയൻ കൺട്രി ആണോ? നോക്കൂ, 2 ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും ഇന്ത്യയിലുണ്ട്. ഡിവിഷൻ ഓഫ് പവർ അല്ലെ, അധികാര വിഭജനം. സെൻട്രൽ അധികാരമുള്ള യൂണിയൻ ലിസ്റ്റ്, കൺകർ ലിസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് അധികാരമുള്ള സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകർ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഡിവിഷൻ ഓഫ് പവർ, അധികാരം സെൻട്രലും സ്റ്റേറ്റും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയിലുള്ളത്. സുപ്രീമേസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലുണ്ട്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഉണ്ട്. ബൈക്യാമറലിസം ഉണ്ട്. അപ്പൊ എല്ലാ ഫെഡറൽ ഫീച്ചർ ഇന്ത്യയിലുണ്ട്. ഇത് നേരെ നോക്കുന്ന സമയത്തോ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്,
flexibility of the constitution, unequal representation of the upper house, integrated judiciary, appointment of state governor by the center, all India services, emergency provisions. അപ്പം യൂണിയൻ ഫീച്ചറും ഇന്ത്യയിലുണ്ട്, ഫെഡറൽ ഫീച്ചറും ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യ കംപ്ലീറ്റ്ലി ഫെഡറൽ കൺട്രി അല്ല, കംപ്ലീറ്റ്ലി യൂണിയൻ കൺട്രി അല്ല. സോ ഇന്ത്യയിൽ ഫെഡറലിസം നിലനിൽക്കുന്നുണ്ട്, യൂണിറ്ററി ഫീച്ചർ ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു കോസി ഫെഡറൽ കൺട്രിയാണ്. ഇന്ത്യ കോസി ഫെഡറൽ ആണ്. ഇന്ത്യ യൂണിയനുമാണ് ഫെഡറലുമാണ്. സോ ഇന്ത്യ ഈസ് കോസി ഫെഡറൽ. ഇന്ത്യ ഒരു കോസി ഫെഡറൽ കൺട്രിയാണ്. മനസ്സിലായല്ലോ?